ഇത് വേണ്ട, ഇതാണ് ലാസ്റ്റ്, ഇനി എനിക്കിത് വേണ്ട, ഇതെനിക്ക് നല്ലതല്ല എന്ന് ഫൈനൽ ഡിസിഷൻ എടുക്കില്ലേ, ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? കുറെ നാളത്തെ ഒരു റിലേഷൻ ആയിരുന്നല്ലോ, കുറെ നാൾ കഴിയുമ്പോഴാണോ വൈബ് സെറ്റ് ആവായിക മനസ്സിലാവുന്നത്? ശരിക്കും ആ ഒരു ബ്രേക്കപ്പ് റീസൺ ഉണ്ടായിരുന്നു. 4 വർഷമായി നമ്മള്. അപ്പൊ ഈ 4 വർഷത്തെ ഈ വൈബ് എന്റെ വീട്ടുകാരായിട്ട് അത് കമ്പാറ്റബിൾ ആയി പോകണമെന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ നെഗറ്റീവ് സൈഡ് മാത്രം പോർട്രേറ്റ് ചെയ്താണ് വീഡിയോ എടുത്തിരിക്കണം. സത്യം പറഞ്ഞാൽ പോകുമ്പോ രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ നല്ലതാ. ഈ ഒരു ഡിസിഷൻ ഞങ്ങൾ നേരത്തെ എടുക്കണമായിരുന്നെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഞാനും കൂടെ ഞാൻ ആക്ച്വലി സെൽഫ് ലവ് ചെയ്യണ ഒരാളായിരുന്നു. പക്ഷെ റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് പതിയെ മാറി, ഈ സെൽഫ് ലവ് മാറി, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഇഷ്ടത്തിന് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കും തോന്നിയിട്ടുണ്ട്, ഒന്നെങ്കിൽ ഇതിന്റെ പുറകിൽ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ചെയ്യിച്ച് ആകാം. ഞാൻ സങ്കടം തോന്നി തിരിച്ചൊക്കെ പോയിട്ടുണ്ട്, അതോടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവൾ അതിന് മൂഡ് ആയതുകൊണ്ട് നടന്നില്ല. ശരിക്കും ഇപ്പൊ ബ്രേക്കപ്പിന് ശേഷം കരയാ? എനിക്ക് നേട്ടായിട്ടൊക്കെ ഉണ്ട്. അത് ചിലപ്പോ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണണമെന്നില്ലേ. സഞ്ജു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്റെ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഞാനിവിടെ കരിവാരത്തേക്കാണ് ചെയ്തത്. എനിക്ക് പറയുകയാണെങ്കിൽ പറയാം, ഞാൻ പറയാം, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് പറയണ്ട, നമ്മൾ സ്നേഹിച്ച ഒരു കുട്ടിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പക്ഷേ നമ്മൾ സഞ്ജുവിനെ ആദ്യം കണ്ടിരുന്നതിൽ നിന്ന് ഇപ്പൊ ഭയങ്കര ഒരു ഡിഫറെന്റ് ലുക്ക് തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാമറൈസ് മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഫേസിലും അപ്പിയറൻസിലൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ ഈ ഒരു മേക്ക് ഓവറിന് പിന്നിൽ ഈ വെളുത്ത കരങ്ങളാണോ? നോ ഓഫൻസ്, പക്ഷെ അല്ല. ഞാൻ എനിക്ക് നല്ല വെയിറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 75 ഹാർഡ് എന്ന് പറഞ്ഞ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. അതിന് അവസാനം ഞാൻ ആലപ്പി ടു എറണാകുളം ഓടിയായിരുന്നു. അതൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് 10-15 കിലോ അടുത്ത് കുറഞ്ഞ്. അപ്പോഴാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത്. നേരത്തെ ഇത്തിലൂടെ കവളും ഉണ്ടായിരുന്നു, വയറൊക്കെ നല്ല ചാട്ടമായിരുന്നു, എനിക്ക് ഇൻഷർട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അപ്പൊ ഈ ഡയറ്റിൽ നോ ഷുഗർ ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും 1 hour മുകളിൽ എക്സർസൈസ്, പിന്നെ ഒരു പ്രോപ്പർ ഡയറ്റ്, 3 ലിറ്റർ വെള്ളം, പിന്നെ ഒരു സെൽഫി, അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എല്ലാ ദിവസവും ഇടുമായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ് മാറിയത്. എന്നാലും എന്റെ മെന്റൽ ഹാപ്പിനെസ്സിന് ഇവള് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. ഫിസിക്കലി പക്ഷെ വ്യത്യാസം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത. ഓക്കെ. പക്ഷെ ഓടിയെന്ന് പറഞ്ഞില്ലേ ആലപ്പി ടു എറണാകുളം, അന്ന് കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു, ഓടിയില്ല എന്നൊക്കെ. അല്ല, അത് എനിക്കാണെങ്കിലും ലൈവ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കോട്ടയത്തല്ലേ, അപ്പൊ എനിക്ക് ലൈവ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഇവനിങ്ങനെ സ്റ്റക്ക് ആകുമ്പോൾ ഞാൻ വിളിക്കും, എവിടെയാണ് എന്തായാലും. അപ്പൊ ഭയങ്കര മഴയാണ്, ഞാൻ ഈ റോഡിൽ നിൽക്കുവാണ്. അപ്പൊ ഞാൻ സഞ്ജു യു ക്യാൻ, എന്നിട്ട് ഞാൻ പറയും, മോട്ടിവേഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയും, ഇവൻ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്പിരിറ്റ് കയറ്റിക്കിട്ട് കഴിഞ്ഞാൽ. ഞാൻ എനിക്കിപ്പോ ചെയ്യാൻ ഒരു സാധനം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റ് ഇട്ടേക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒരു റീൽ ഇട്ട്, കാര്യം ഞാൻ ചത്താലും ഇല്ലേലും ഞാൻ എറണാകുളം വരെ ഓടി എത്തിയിരിക്കും. ഉറപ്പല്ലേ, എനിക്ക് അവമാനെ പൊങ്കാലിടും, അത് ഉറപ്പല്ലേ. അപ്പൊ അതിനോട് അത് എനിക്ക് സെൽഫ് ബൂസ്റ്റ് ചെയ്യണേ. അപ്പൊ അങ്ങനെയായിട്ട് ഇത് ത്രൂ ഔട്ട് ഓട്ടെന്ന് പറയണോ, എന്റെ വീട് വിട്ട് നിർത്താണ്ട് അവിടം വരെ അല്ല. നമുക്ക് കഥക്കുമ്പോ നമ്മൾ ഇടയ്ക്ക് തിരികെ നടക്കും. പക്ഷെ അന്ന് പറഞ്ഞ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതൊന്നുമല്ല. ഞാൻ ഓടും, ഇടക്ക് നടക്കും, പിന്നെ ഓടും, ഇടക്ക് നടക്കും. അങ്ങനെയാണ് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാണ്ട് ഞാൻ ഉടായിപ്പൊന്നുമല്ലേ. കാരണം ഞാൻ 75 ദിവസം പ്രാക്ടീസാണ്, 1-2 ദിവസം ഒന്നുമല്ല. 75 ദിവസം നമ്മൾ എല്ലാ ദിവസവും 1 മണിക്കൂറിന് മുകളിൽ വർക്കൗട്ടൊക്കെ ചെയ്യാം. എന്നാൽ ഇടക്ക് വെച്ചിട്ട് ഞാൻ എന്റെ വീടിന്റെ അവിടുന്ന് ടൗണിലോട്ട് ഒരു 9-10-15 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓർഡർ ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. വണ്ണമൊക്കെ കുറഞ്ഞ ഇത്തിരി തിന്നായി. അപ്പൊ എനിക്ക് അതിനുള്ള എന്റെ മെറ്റാബോളിസം മൊത്തത്തിൽ ചേഞ്ച് ആയി, സ്റ്റാമിന കൂടി. അപ്പൊ അതല്ല അപ്പൊ നമുക്ക് അതേപോലെ ഓടാനും പറ്റും.
അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഉള്ള കാര്യമാണ്. അപ്പൊ കുറെ ആൾക്കാർ ഫേക്ക് ആണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ ചെയ്യാത്ത ആൾക്കാർ അവർക്ക് കിടന്ന് പറയാനേ എടുത്തുള്ളൂ. അപ്പൊ എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റിയത് എനിക്ക് പ്രൗഡാണ്. നിങ്ങൾ 75 ആണ് എടുത്തു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് മനസ്സിലാവും. അതാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ഇപ്പൊ. പക്ഷേ ഈ ഇപ്പൊ റിലേഷൻ ബ്രേക്കപ്പ് ഒക്കെ ആയല്ലോ, ആ റിലേഷന്റെ കാര്യമൊക്കെ അന്വേഷണം അറിയായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അറിഞ്ഞിട്ടുള്ളത് ജാനിലാണ്. കാരണം അതിന് മുമ്പ് ഞാൻ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് അറിയായിരുന്നു, അതായത് ഇവൻ കമ്മിറ്റഡ് ആണോ ഇവൻ സിംഗിൾ ആണോ എന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ കണ്ട സമയത്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് സഞ്ജു ഞാനാണെങ്കിലും എന്റെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ റീസൺ നമ്മൾ ഒരാളോട് കയറി പറയത്തില്ല. എനിക്കിവിടെ ജസ്റ്റ് അറിയത്തേ ഇല്ല. അപ്പൊ നമുക്ക് ഫുള്ള് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം അതൊന്നും ഞാൻ പറയത്തോലും ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും. അതപ്പോ നമ്മൾ ഫുള്ള് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്റെ ലൈഫിലോട്ട് എനിക്ക് ഇത്തിരി ക്ലോസ് ആയി ഇഷ്ടപ്പെട്ടു വന്നപ്പോഴാണ് ഞാൻ എന്റെ ഫുൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇവളോട്. അപ്പൊ അവർക്ക് മനസ്സിലായി. അതാ പറഞ്ഞത്, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. ബാക്കി കണ്ടിന്യൂ ഞാൻ പറഞ്ഞു ഇടക്കറി. അപ്പൊ എനിക്ക് ഇവരുടെ റിലേഷൻഷിപ്പ് ആക്ച്വലി ഒരു ഫ്രണ്ട് ആയിരുന്നപ്പോഴും എന്നോട് ഞാൻ ആദ്യം ചോദിച്ചപ്പോ നമ്മള് സിംഗിൾ ആണ് കമ്മിറ്റഡ് സിംഗിൾ ആണ് എന്നുള്ള ഒരു ഇത് പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ, ലൈക്ക് സിംഗിൾ ആണ് ഓക്കെ, എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്നെ പറ്റി വലിയ പിടുത്തൊന്നുമില്ല, കണ്ടുണ്ട് വീഡിയോ 1-2 അല്ലാണ്ട് എന്നെ കുറിച്ച് ഒരു അറിവില്ല. ഞാനത് ചുമ്മാ പറയായിരിക്കുന്നു. പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ടില്ല ഒരു തേങ്ങ അറിയാം. അതെ അതെ ഞാൻ പറഞ്ഞില്ലേ, അതായത് പണ്ടൊരു സമയത്ത് വൈറലായിട്ടുണ്ടായിരുന്നു ഇവന് വീട് വെച്ചതൊക്കെ. അതിന്റെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലൈറ്റ് ഷോ കണ്ടിട്ട് കണ്ടിട്ടുണ്ട്. അത് മാത്രം കണ്ടിട്ടുള്ളൂ എന്നോട് പറഞ്ഞു. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവനൊരു യൂട്യൂബറാണ്, ഭയങ്കര ഓക്കെ, ഇത്രയും മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ്. ഇതൊക്കെ ഭയങ്കര നോർമൽ. യൂട്യൂബിനെ കുറിച്ചൊന്നും അത്ര ഐഡിയ ഇല്ലല്ലോ എനിക്ക്. അങ്ങനെ യൂട്യൂബിൽ പറഞ്ഞു പേഴ്സണലി എന്റെ ഫോണിൽ പോലും യൂട്യൂബ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. എന്റെ ഫോൺ നോക്കി അറിയാം. കാരണം അങ്ങനെ എനിക്ക് യൂട്യൂബിനകത്ത് കയറി സെർച്ച് ചെയ്ത് ഇങ്ങനെ വ്ളോഗിന്റെ അതൊന്നും ഞാൻ നോക്കി. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏത് നേരവും റീൽസും അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതും ഇതും എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിൽ നിൽക്കുന്നതല്ലാതെ യൂട്യൂബിനെ കുറിച്ച് ഐ ആം 0% നോളേജ്, സീരിയസ്ലി ടു ബി ഫ്രാങ്ക്. അപ്പൊ ഇവരൊരു ബ്ലോഗറാണ്, ഭയങ്കര എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പേഴ്സണലി. ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ഹേ നന്നൂസ് വാട്സ്ആപ്പ് എന്ന് ചോദിക്കും, ആ സഞ്ജു വാട്സ്ആപ്പ് എന്നൊക്കെ. ഇവൻ എന്താണ് ഇവനാണ് ഒന്നും അറിയത്തില്ല. ഉണ്ടായിട്ടുണ്ട്. ഞാനും ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിലായിട്ട് നമുക്കിങ്ങനെ സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, ഹാർട്ട് ബ്രേക്കപ്പ് പറഞ്ഞില്ലേ. എനിക്ക് ചെറിയ കാര്യം മതി പെട്ടെന്ന് കാര്യം. അപ്പൊ അതുപോലെ തന്നെ ഞാനൊരു കുറച്ച് മാസങ്ങൾ ഇങ്ങനെ ഒന്നും നോ പോസ്റ്റ് നോ സ്റ്റോറി നത്തിങ് ഒന്നുമില്ല, സിംപ്ലി ആരും വീട്ടിലിരിക്കുക, കരയുക, വിഷമിക്കുക, ഓർക്കുക, അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ബ്രേക്കപ്പ് ആയവർക്ക് സംഭവം കണക്ട് ആകും കേട്ടോ. സത്യം പറഞ്ഞാൽ ബ്രേക്കപ്പ് നമുക്ക് പല കാര്യങ്ങളും കണക്ട് ആകാം. നെക്സ്റ്റ് ടൈം ഒരു കാര്യം ഞാൻ പറയാം, ഈ ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ചിലർ പെട്ടെന്ന് ഓവർകം ആവും. ഓക്കെ, ചിലർക്ക് അതിന് ഭയങ്കര ഡ്യൂറേഷൻ ആണ്, ആ നാളെ മറക്കാൻ വേണ്ടി ഭയങ്കര ഡ്യൂറേഷൻ. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഓരോരുത്തർ പെട്ടെന്ന് ക്വിക്കായിട്ട് ബാക്ക് ടു നമ്മുടെ പാഷൻ എടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എടുക്കും. ഞാനിപ്പോ എന്റെ ബ്രേക്കപ്പിനാണെങ്കിലും ഞാൻ ഒരുപാട് വിഷമിച്ചില്ലെന്നല്ല, കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ആ ഒരു സമയത്ത്, ആ ടൈമിലത്തെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് എന്നെ അതിൽ നിന്ന് ഓവർകം ഒക്കെ ചെയ്ത് ക്ലോസ് ആയിട്ട് ഇല്ല പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ആ ടൈം സർവൈവ് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ പോയിട്ടോ, അതെല്ലാം ഇതൊക്കെ പോയിട്ട് ഈ സിനിമയിലോട്ട് ഞാൻ തിരിച്ചു വരും. എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് എവറിത്തിങ് ദാറ്റ് ഐ ക്യാൻ കാലിബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പൂശി. സഞ്ജു 75 പറഞ്ഞെടുത്ത പോലെ ഞാൻ എന്നെ തന്നെ. ഇവിടെ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളൊരു ബ്രേക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മള് കരഞ്ഞു പോയി അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയി കൺസെപ്റ്റ് ആൾക്കാരുടെ മനസ്സിലുണ്ട്. പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കാണ്, നിന്റെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞല്ലേ, നീ എന്തുകൊണ്ട് താടിയും മുടിയും വളർത്തി കള്ളു ഗഞ്ച പഠിച്ച് ട്രിപ്പ് എന്തുകൊണ്ട് അർജുൻ റെഡി ആയില്ല? എന്തുകൊണ്ടായില്ലോ? എടോ
എല്ലാവർക്കും ഡിഫറെന്റാ. പിന്നെ നിങ്ങൾ വിചാരിക്കണല്ലോ ഇപ്പൊ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ എനിക്കും അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവര് കരഞ്ഞൂങ്ങി നിൽക്കണമെന്നില്ല. ചിലപ്പോ പുറത്ത് ചിരിച്ചടിക്കും കാണിക്കുന്നത് അതിനകത്ത്, പക്ഷെ ഉള്ളിലൊക്കെ അവർക്ക് പെയിനൊക്കെ കാണാം. അത് അവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കണമല്ല ഇങ്ങനെ നമ്മളൊരു റിലേഷൻ ബ്രേക്ക് ആയെന്നും പറഞ്ഞ് നമ്മൾ റൂമിൽ അടച്ചിരുന്ന് ആൾക്കാരെ മൊത്തം കാണിച്ച് ഇത്ര പ്രഹസനം കാണിച്ചിരിക്കേണ്ട കാര്യമില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സണാ. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് ഓവർകം ചെയ്യണം, എന്റെ പാഷൻ ഒന്ന് ഇതിലൂടെ ഒന്ന് സെറ്റ് ആക്കണം, എന്റെ പ്രൊഫഷൻ സെറ്റ് ആക്കണം. കാരണം ഞാൻ സെറ്റ് ആയില്ലെങ്കിൽ മൊത്തത്തിൽ അവിടെ 3G ലൈഫിന്റെ കാര്യത്തിൽ. അപ്പൊ എനിക്കത് ഓവർകം ചെയ്യണമെന്ന് തോന്നി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇവള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരെല്ലാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബ്രേക്കപ്പ് ആൾക്കാർ പറയട്ടെ, ഞാൻ ബ്രേക്കപ്പ് ആയ അടുത്ത ആഴ്ച പുതിയ റിലേഷൻഷിപ്പ് ഇത് ആൾക്കാർക്ക് ഞാൻ ബ്രേക്കപ്പ് വീഡിയോ ഇട്ട ദിവസം മാത്രമേ അറിയത്തുള്ളൂ. അതിന് കുറെ ആൾക്ക് മുമ്പെയാണ് ബ്രേക്കപ്പ് ആടുന്നത്. അപ്പൊ കുറെ ആയിട്ട് വീഡിയോയിലൊന്നും വരുന്നില്ല. ആൾക്കാരിങ്ങനെ ചോദിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് നമ്മള് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വന്നത്. അതിന് കൊടുത്ത് പിന്നെ അന്നാലും ഞാൻ പറഞ്ഞു ഞാനും കൂടെ റിലേഷൻഷിപ്പ് ആയത് തന്നെ ഈ വർഷമാണ്. അത് ജാനുവരി മിഡൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ആയത് തന്നെ. അതിനു മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ആണെന്ന്. അത് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങള് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോക്കകത്താണെങ്കിലും കാണിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളോടാണെങ്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ടാണ്. അതുപോലെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾക്ക് റിലേഷൻഷിപ്പ് ആകാൻ പറ്റത്തില്ല. എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിന് റിലേഷൻഷിപ്പ് ആക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുള്ളൂ. ആൾക്ക് എല്ലാം അറിയാൻ പറ്റും. നമ്മുടെ നെഗറ്റീവ് അറിയാം, പോസിറ്റീവ് അറിയാം, നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാം, ഡൗണിൽ നിന്ന് കൊണ്ടുവരാൻ അറിയാം. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ആദ്യം നമ്മൾ ഓൾറെഡി ഒരു ബ്രേക്കപ്പിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാങ്ക്, പ്രപ്പോസൽ, പിന്നെ ആ ഒരു ചില്ല് വന്നു. പക്ഷെ റീസെന്റ് വീണ്ടും ഒരു ബ്രേക്കപ്പ് എക്സ്പ്ലനേഷൻ ഇട്ടു. അത് റീസിന് വേണ്ടിയാണോ? റീസിന് വേണ്ടിയിട്ടല്ല. ഞാൻ പറയാം, ആദ്യം ഞാനൊരു വീഡിയോന്റെ ബ്രേക്കപ്പ് വീഡിയോ എടുത്തിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇതുപോലെ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ നെഗറ്റീവ് സൈഡ് മാത്രം പോർട്രേറ്റ് ചെയ്താണ് വീഡിയോ എടുത്തിരിക്കണം. കുറച്ചൊന്നും കറക്റ്റും അല്ലായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴോ നല്ല മൊമെന്റ്സ് ഉണ്ട്, ചീത്ത മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ ഈ ചീത്ത മൊമെന്റ്സ് മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് എനിക്കും പറ്റും, എല്ലാവർക്കും പറ്റും. അപ്പൊ ഈ സാധനം ഞാൻ പറയേണ്ടത് വെച്ചു. ആദ്യം നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ഒരു ബ്രേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് പറയാൻ തോന്നത്തില്ല. അപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട്, ഒന്നെങ്കിൽ ഇതിന്റെ പുറകിൽ ആരെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ചെയ്യിച്ച് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും പൊളിഞ്ഞിട്ട് എന്തെങ്കിലും ആകാം. എനിക്കറിയത്തില്ല അതിന്റെ കാര്യം. പക്ഷെ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് അങ്ങനെ പറയാൻ തോന്നത്തില്ല. പക്ഷെ വീണ്ടും അത് വിട്ട് അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയാൻ പോയില്ല. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ വീണ്ടും ഇതേപോലെ എന്നെ ഇട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്ക് എന്നെ കുത്തുന്ന പോലെ വീണ്ടും ചെയ്യുമ്പോ ഞാൻ പ്രൊവോക്ഡ് ആയതാണ്. എനിക്ക് ശരിക്കും പറയേണ്ട ആഗ്രഹമില്ലായിരുന്നു. എന്റെ അമ്മയാണെങ്കിലും എന്റെ വീട്ടുകാരാണെങ്കിലും ആദ്യം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ വീണ്ടും നമുക്കിങ്ങനെ പ്രൊവോക്കേഷൻ വരുമ്പോ എന്നാ ഞാൻ എന്റെ സൈഡ് ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് ഫുൾ നെഗറ്റീവ് വരണം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഇവളെ വരെ ബാധിക്കും. ഇവളുടെ ചീത്ത വിളിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കുക, എന്റെ വീട്ടുകാരെ അതെല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്ത് വെച്ച് പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വീണ്ടും പ്രൊവോക്കേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അതിനുള്ള ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തത്. ആക്ച്വലി ഞാനിവിടെ കരിവാരിത്തേക്കാണ് ചെയ്തത്. നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ നമ്മുടെ ബാഡ് മൊമെന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, പറയുകയാണെങ്കിൽ എന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോ ഓക്കെ എനിക്കും അങ്ങനെ പറയാം. അതുപോലെ അവളും പറഞ്ഞു അതൊന്നും നല്ല മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ സഞ്ജയുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടു, സോറി ടു ഇന്ററപ്റ്റ് ചെയ്യുന്നത്, അത് ഞാൻ കണ്ടു. അതില് വളരെ മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ സെക്കൻഡ് വീഡിയോ എനിക്ക് പറയുകയാണെങ്കിൽ പറയാം. ഞാൻ പറയാം, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് പറയണ്ട, നമ്മൾ സ്നേഹിച്ച ഒരു കുട്ടിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത് പ്രോഗ്രാം ഞാൻ അങ്ങനെ ഒരു ബാധ്യസ്ഥനായതുകൊണ്ട് മാത്രം എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. എന്നാലും എന്റെ സൈഡൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. പിന്നെ ഈ എന്നെ പ്രൊവോക്ക് ചെയ്ത് എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അല്ലാണ്ട് എനിക്കിങ്ങനെ വാറിയത് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ വീണ്ടും ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ്. പക്ഷെ ഇത് ശരിക്കും മോശമായിട്ട് ഉള്ള പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ട ആൾക്കാരെ കൈയടിച്ചിരിക്കുകയും ചെയ്യും, ട്രോൾസും ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണ് നമ്മളെടുത്തിരുന്നത്. അതും എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ് ഒന്നുകൂടെ പറയാണ്, നമുക്ക് ഇതിന് ചെയ്യാൻ ബാധ്യസ്ഥരായതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു ഇത് ചെയ്യാൻ. ഈ സഞ്ജയന് ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിന് പുറത്ത് ഇപ്പൊ എനിമീസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ?
എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എനിമീസ് ആയിട്ട് ഉണ്ടാവുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ചിൽ മൈൻഡ് ആയിട്ട് ആണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ എനിക്കത് എനിക്ക് ഭയങ്കര വലിയ സർക്കിളൊന്നുമില്ല. എനിക്ക് കൂട്ടുകാരൊക്കെ കുറവ്, ഒരു ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറവുണ്ട്. അത് ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അത് വേറെ ഒന്നും തന്നെ. ഞാൻ എന്തുകൊണ്ടെങ്കിലും മുഖത്ത് നോക്കി ചിലപ്പോൾ പറയാം, ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊ എനിക്ക് ഒരു സാധനം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഓയൊക്കെ ടക്കെന്ന് കയറി പറഞ്ഞു കളയും. അപ്പൊ അത് ചിലപ്പം ഹേർട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് അത് അങ്ങനെ കണക്ട് ആകത്തില്ല. അപ്പൊ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ പറ്റത്തില്ലെന്ന് തന്നെ പറയാം. അല്ലാണ്ട് അവരെ സൂചിപ്പിച്ച് നിർത്താനൊന്നും എനിക്ക് പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കണക്ഷൻസ് ഒന്നും കാണണമെന്നില്ല. അങ്ങനെയുള്ളു. അല്ലാണ്ട് എന്നോട് അങ്ങനെ ശത്രുത തോന്നേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞ ഏറ്റവും ഞാനിപ്പോ ഈ കമന്റ് ബോക്സ് അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കണ്ട വേറൊരു കമന്റ്സ് എന്താന്ന് വെച്ചാല്, സ്റ്റാർട്ടിങ് ടൈമില് ഇപ്പം കുറെ ക്യാഷും കാറും വീടും കാറുകളൊക്കെ വാങ്ങിച്ചപ്പോ അവൻ മാറിപ്പോയി, വന്ന വഴി മറന്നു, അഹങ്കാരിയായി, അങ്ങനെ കുറെ ചേഞ്ചസ് വന്നു എന്നൊക്കെ കുറെ കമന്റ്സ് വന്നു. ശരിക്കും അങ്ങനെ ചേഞ്ചസ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഇങ്ങനെ വന്ന വഴി മറക്കുന്ന ഒരാളാണോ പഞ്ചം? ഒരിക്കലും ഇല്ല. നമുക്ക് സത്യം പറയാൻ ബൂം എഫക്ട് പോലെയായിരുന്നു. എന്റെ പെട്ടെന്നാണ് ഇതെല്ലാം വന്നത്. അതും ഇത് ചുമ്മാ കിട്ടിയൊന്നുമല്ല. ഞാൻ ഇതെന്റെ പാഷനായിട്ട് കണ്ട് ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തത്. ആക്ച്വലി അത് നമുക്കൊരു സംഭവം ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് 1 മില്യൺ അടിക്കണമെന്ന് പറഞ്ഞു ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ചിന്താഗതി, അതിന്റെ പുറകെയുള്ള വർക്കും കൊണ്ടാണ് ഈ സാധനം വന്നത്. അപ്പൊ എനിക്കറിയാം നമ്മൾ സെറ്റ് ആവുമ്പോൾ നമ്മുടെ പതിയെ ലൈഫ് ചേഞ്ച് ആവും. അന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്വഭാവം അവിടെ മാറാണ്ടിരുന്ന വെച്ചത്. അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ ഞാനല്ലാണ്ടാവും. പിന്നെ ചേഞ്ചസ് വരും എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ പൈസയാ ക്യാഷൊക്കെ വരുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. ഇപ്പൊ ഞാൻ നേരത്തെ ബൈക്ക് നടക്കണ ഞാനാണെങ്കിൽ ഇപ്പൊ കാറിലായിരിക്കും നടക്കുന്നത്. കംഫർട്ട് മാറും, ചിലപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈൽ മാറും, നമ്മുടെ ഫുഡ് അത് മാറും, ഹെൽത്ത് റുട്ടീൻ അത് മൊത്തത്തിൽ മാറും. അതുപോലെ തന്നെ പല ചേഞ്ചസും ഉണ്ടാവും. ഗ്രൂമിങ് ആണെങ്കിലും ഭയങ്കര അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവും. അല്ലാണ്ട് ക്യാരക്ടർ വൈസ് സത്യം പറഞ്ഞാൽ ക്യാരക്ടർ വൈസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് നേരത്തെ ഒന്ന് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഉള്ള പൊസിഷൻ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ഹയർ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പതിയെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ട. അല്ലാണ്ട് അവിടെ പോയി അങ്ങനെ ഇപ്പൊ എനിക്ക് വ്ലോഗ് ചെയ്യണം പോലെ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും പോയി അങ്ങനെ പെരുമാറാൻ പറ്റത്തില്ല. അല്ലാണ്ട് ഇപ്പൊ ഞാൻ നോർമലി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ബിഹേവ് ചെയ്യണ പോലെ തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെ. അത് നമ്മൾ ആ ഒരു പൊസിഷനിൽ കൂടെ കടന്നു പോകുമ്പോഴേ അപ്പൊ കണക്ഷൻസ് അവിടുന്ന് കിട്ടും നമുക്ക്. അതുപോലെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ബിഹേവ് ചെയ്യേണ്ട നമ്മൾ ഇങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ പെരുമാറുന്ന പോലെ അവിടെ പോയി പെരുമാറാൻ പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ നമുക്ക് നല്ല ചേഞ്ചസ് ആണത്. ഇപ്പൊ പിന്നെ കണ്ടൊരു സാധനം എന്താന്ന് വെച്ചാല്, ചില ആൾക്കാരെ റീച്ചിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ റീച്ച് ആയി കഴിഞ്ഞപ്പോ അവരെ കറിവേപ്പില പോലെ കളഞ്ഞു. അങ്ങനത്തെ കുറെ സാധനം എന്താ പാവപ്പെട്ട ചില ആൾക്കാരെ യൂസ് ചെയ്തു, എന്നിട്ട് അവൻ വലിയ ആളായപ്പോ അവൻ കളഞ്ഞു. ആ ഒരു സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചോദിക്കാൻ എന്താന്ന് വെച്ചാല്, കുറെ നാളത്തെ ഒരു റിലേഷൻ ആയിരുന്നല്ലോ, അപ്പൊ പിന്നീട് പറഞ്ഞ വൈബ് സെറ്റ് ആവുന്നില്ല. അപ്പൊ കുറെ നാള് കഴിയുമ്പോഴാണോ വൈബ് സെറ്റ് ആവായിക മനസ്സിലാവുന്നത്? ശരിക്കും ആ ഒരു ബ്രേക്കപ്പ് റീസൺ എന്തായിരുന്നു? 4 വർഷമായി നമ്മള്. അപ്പൊ ഈ 4 വർഷത്തെ ഈ വൈബ് സെറ്റ് ആയതാണ് നിങ്ങൾ ഉദ്ദേശിക്കണേ? ഞാൻ വല്ല ഡാൻസ് കളിക്കാൻ വാ അല്ലെങ്കിൽ പാട്ട് പാടാൻ പറയാ, അതൊന്നും അല്ല. വൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയും അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും സെറ്റ് ആകാത്തതിന്റെ സംഭവമാണ്. എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ ഫ്രണ്ട്സുമായിട്ട് എന്തുവാണ് കറങ്ങാൻ പോയാൽ ചിലപ്പോ അത് പറ്റണമെന്നില്ല. ചിലപ്പോ എന്റെ വീട്ടുകാരായിട്ട് അത് കമ്പാറ്റബിൾ ആയി പോകണമെന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ചിന്താഗതി ഭയങ്കര. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മൾക്ക് റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ശരിയാണോന്നില്ല. അതൊക്കെ കൊണ്ടാണ് സെറ്റ് ആകത്തില്ലെന്ന് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്സ് വന്നിട്ടുണ്ട്, പാച്ചപ്പ് വന്നിട്ടുണ്ട്, ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പാച്ചപ്പും ബ്രേക്കപ്പ് വന്ന് ഇത് എത്രയെന്ന് പറഞ്ഞാൽ നമ്മള് പോകും. ഇത് കുറെ ആള് കഴിയുമ്പോഴായിരിക്കും ഒരു പോയിന്റ് എത്തുമ്പോ നമുക്ക് ആ ഒരു സംഭവം വരും. അപ്പൊ രണ്ടുപേർക്ക് റിയലൈസ് ആവും. അപ്പൊ നമ്മൾ ടോക്സിക്, അതാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ആ റിലേഷൻഷിപ്പിന്റെ പുറത്തോട്ട്. അന്ന് വേണ്ടതാനും അന്ന് ഇഷ്ടമുണ്ട്. അതാണ് ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്. ഇത് ഒരാൾ മാത്രമൊന്നല്ല, നമുക്ക് രണ്ടുപേർക്കും അതിൽ നിന്ന് പോകാൻ പറ്റത്തില്ലെന്ന്. അത് നമുക്ക് ബ്രേക്ക് ആക്കിയ ഷെല്ലിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, ചെയ്യാൻ വേണ്ട. എന്നാ നമുക്ക് അത് അവർ വിട്ട് പോകാനും പറ്റത്തില്ല. പക്ഷെ അത് ബ്രേക്ക് ആകണം. ആ ബ്രേക്ക് ആകാനുള്ള ഒരു സ്ട്രഗിളും ടൈമുമാണ് സീൻ. വഴക്കിടും, മാറും. ഈ മാറുന്ന എന്തുകൊണ്ടാ അതാണ് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോ അത് ബ്രേക്കായി. സത്യം പറഞ്ഞാൽ പോകുമ്പോ രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ നല്ലതാ. ഈ ഒരു ഡിസിഷൻ ഞങ്ങൾ നേരത്തെ എടുക്കണമായിരുന്നെന്നാണ്
എൻ്റെ ഒരു തീരുമാനം. ഞാനും ആളും കൂടെ നേരത്തെ സ്റ്റേൺ ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ ടൈം ആണെങ്കിലും എന്താണെങ്കിലും അടിപൊളിയായിട്ട് സേവ് ചെയ്യായിരുന്നു. അതാ അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി അങ്ങനെ പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ മൂവ് ഓൺ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അതല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കുറെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് നമുക്ക് വേണ്ട പക്ഷെ കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് ആ ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രഗിൾ എടുത്തിട്ട് അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ? ലൈക്ക് എങ്ങനെയായിരുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് സഞ്ജു? ലൈക്ക് ഇത് വേണ്ട, ഇതാണ് ലാസ്റ്റ്, ഇനി എനിക്ക് ഇത് വേണ്ട, ഇതെനിക്ക് നല്ലതല്ല എന്ന് ഫൈനൽ ഡിസിഷൻ എടുക്കില്ലേ? ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? അതെങ്ങനെ പറയാനാണ്, ഇത് മൈൻഡിന്റെ കാര്യമായിട്ട് നമുക്ക് പറയാം. നമുക്ക് ഇത് ഇങ്ങനെ തോന്നുവേ. അപ്പൊ ഇത് രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഒരു സാധനം വന്നാലേ പറ്റത്തുള്ളൂ. മ്യൂച്വലി നമ്മൾ എടുക്കണം, അല്ലാണ്ട് ഒരാൾ മാത്രം എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ഞങ്ങൾ മ്യൂച്വലി എടുത്ത ഡിസിഷനാണ്. ഒരേക്കാണ് കാര്യം എടുത്ത് അത് പിന്നെ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ഫോക്കസ്ഡ് ആയത്. അപ്പൊ എന്റെ മൈൻഡ് അതിൽ നമുക്ക് ഫോക്കസ് പറയണമെങ്കിൽ ഞാൻ 75 ആണെന്ന് പറഞ്ഞാൽ ഇതിലോട്ടൊക്കെ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആ സിറ്റുവേഷൻ ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്തു. കാരണം നമുക്ക് എന്തെങ്കിലും മൈൻഡിൽ എന്തെങ്കിലും പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വർക്ക്ഔട്ട് ചെയ്ത് ആക്ച്വലി എക്സസൈസ് ഒക്കെ ഭയങ്കര റിലീഫാണ്. നമുക്ക് പല ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഹാപ്പി ഹോർമോൺസ് ഒക്കെ വന്ന് നമുക്ക് മൈൻഡൊക്കെ ഇത്തിരി ഓക്കെ ആവും. അപ്പൊ ഞാൻ എന്റെ ഫോക്കസ് മൊത്തം അതിലോട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അതും ആലോചിച്ചുകൊണ്ടിരുന്നത് കാരണം എന്നാന്ന് പറഞ്ഞാലേ എന്റെ ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ നമുക്ക് മൈൻഡിൽ എന്തെങ്കിലും അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം വരത്തില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ആൾക്കാർക്ക് കണ്ടന്റ് ആലോചിക്കാൻ പറ്റത്തില്ല. ഞാൻ ഹോംവർക്ക് ഒരു മര്യാദ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ റിസർച്ച് ചെയ്യത്തില്ല. ചുമ്മാ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം വരത്തില്ലോ. അപ്പൊ നമ്മളെ തന്നെ മൈൻഡിനോട് പറഞ്ഞ് സെറ്റാക്കി എടുക്കണം. ഇത് ശരിയാകത്തില്ല, നമ്മൾ ഹാപ്പി അല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെ ഹാപ്പി ആയിരിക്കണമെന്ന് നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കണം. അതിൽ സെൽഫ് ലവ് എന്നുള്ള സാധനം കൊണ്ടുവരണം. ഞാൻ ആക്ച്വലി സെൽഫ് ലവ് ചെയ്യണ ഒരാളായിരുന്നു. പക്ഷെ റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് പതിയെ മാറി. ഈ സെൽഫ് ലവ് മാറി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഇഷ്ടത്തിന് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടണ ആണ് ഇഷ്ടം. അതിപ്പോ ഞാനാണെങ്കിൽ അവളെങ്ങനെയാണോ അങ്ങനെ ഇഷ്ടപ്പെടണം, ഞാൻ എന്നെ ആണെങ്കിൽ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടണം, അങ്ങനെ ആയിരിക്കണം. പക്ഷെ നമ്മളൊരു റിലേഷൻഷിപ്പ് വരുമ്പോ നമ്മുടെ ഇഷ്ടങ്ങൾ പതിയെ മാറും. അവരുടെ ഇഷ്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ അവര് ഹേർട്ട് ചെയ്യും, പ്രോസസ് ആവും, നമുക്ക് ഹേർട്ട് ആവും. അങ്ങനെ അപ്പൊ രണ്ടുപേരും അങ്ങനെ പതിയെ ആ സ്റ്റേജിൽ നിന്ന് അത് മാറും. അപ്പൊ അതാണ് നമ്മൾ അഫക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആ സെൽഫ് ലെവലിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിപ്പും കൺട്രോളും നമ്മുടെ കിട്ടും. അപ്പൊ അത് പലർക്കും പല വേ ആണ്. അത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്യണം. വി ആർ നോട്ട് ഹാപ്പി, വി നീഡ് ടു ബി ഹാപ്പി, ഇതെല്ലാം നമുക്ക് വേണ്ടത്. സോ വി നീഡ് ടു മേക്ക് എ സ്റ്റാൻഡ് എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ ഒരു ഇതെടുക്കണം. ഇപ്പൊ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആലോചിക്കുന്ന ഗേൾസിന് അത് ഒരുപാട് ബാധിക്കും. അവര് കുറെ കരയും, കുറെ ടൈം എടുക്കും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ബോയ്സിന് ആ ഒരു വിഷമവും കാര്യങ്ങളുണ്ടാവും. ചില ആൾക്കാർ അത് പുറത്ത് കാണിക്കില്ല, ചില ആൾക്കാർക്ക് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ സഞ്ജുവിന് അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ശരിക്കും ഇപ്പൊ ബ്രേക്കപ്പിന് ശേഷം കരയുക അങ്ങനെയൊക്കെ ശരിക്കും കരഞ്ഞിട്ടുണ്ടോ? എടാ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഹേർട്ടായിട്ടൊക്കെ ഉണ്ട്. അത് ചിലപ്പോ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണണമെന്നില്ല. എന്റെ അല്ലെങ്കിൽ ആ ഒരു പെയിൻ കാണണമെങ്കിൽ അത് എന്റെ ക്ലോസ് ആയിട്ടിരിക്കണം, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ വരത്തുള്ളൂ. പിന്നെ കണ്ണീന്നുള്ള തോന്നുന്നുണ്ട് ഞാൻ ബിയറൊക്കെ അടിക്കുകയൊക്കെ ചെയ്യണൊക്കെ. അടിക്കുക അതൊക്കെ കഴിയുമ്പോ ആദ്യമൊക്കെ ഞാൻ ബ്രേക്കപ്പ് ചെയ്യണ എല്ലാരും ഇതൊക്കെ തന്നെ ബ്രേക്കപ്പായി. ഇങ്ങനെ നമ്മൾ സെൽഫ് ബൂസ്റ്റ് ഇപ്പഴാ സത്യം പറഞ്ഞ സെറ്റായത്. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് കണ്ടു ലൈഫ് അങ്ങ് പൊളിക്കാൻ പോവാ, ചാനൽ ഇത്ര ലെവലാക്കണം. സത്യം പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞ ഇതാണ്. അതിൽ എന്റെ മിങ്കിളായിട്ടുള്ള ഫ്രണ്ട്സിനോട് പറയും, എന്റെ അറിയാ നീയൊക്കെ തീർന്നടാ, സിംഗിൾ ലൈഫ് പൊളി, സിംഗിൾ ലൈഫ് വിഷയമാണ്. അല്ലാണ്ട് മിങ്കിളായിട്ടാണെന്ന് നീയൊക്കെ വരയ്ക്കും നോക്കിയോ. ഇതാകുമ്പോ എനിക്ക് ആരെയും നോക്കണ്ട, ഒന്നും നോക്കണ്ട, എവിടെ വേണമെങ്കിലും കിടക്കാം, ആരോട് വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, എപ്പോഴെങ്കിലും കിടന്നുറങ്ങാം, ആരോടെങ്കിലും ഫോൺ വിളിക്കാം, ഒന്നും നോക്കണ്ട. വാട്ട് ഹാപ്പി ലൈഫ്. രണ്ടര അടിച്ചു കഴിയാം. കുറച്ച് കഴിയുമ്പോ സീ മാറും. എടാ എന്നാലും എന്താടാ ഞാൻ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഈ സാധനം ഈ വരുന്നത് എന്താ എന്നൊക്കെ പറഞ്ഞു. അത് എപ്പോഴും ഒന്നും ഇല്ല ഏട്ടാ, അത് ഇടയ്ക്കൊക്കെ വരത്തുള്ളൂ ഈ സാധനം.
അപ്പൊ ഈ തെണ്ടികളും കൂടെ കൂട്ടത്തിരുന്ന് വെച്ചും വീണ്ടും അന്ന് ചില സമയത്ത് കപ്പിളിനെ കാണുമ്പോൾ അവരുടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കോ വേണമെന്ന് തോന്നാം. ചില സമയത്ത് വേണ്ടില്ല. അവര് വഴക്കണെ കാണുമ്പോ കണ്ടാ സിംഗിൾ ലൈഫ് അടിപൊളി എന്നും തോന്നുന്നു. അന്ന് ചില സമയത്ത് അങ്ങനെ സങ്കടം തോന്നി. ഞാൻ സങ്കടം തോന്നി തിരിച്ചൊക്കെ പോയിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവൾ അതിന് മൂഡ് ആയതുകൊണ്ട് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്റെ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ഒരു വീഡിയോ വന്നപ്പോഴാണ് എനിക്ക് എന്റെ മൈൻഡിൽ ഡെഡ് ആയത്. എനിക്ക് ഡെഡ് ആയത്. ഈ സിറ്റുവേഷൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെയായിരുന്നു കണ്ടത്? സ്വത്തിനെ വിളിച്ച് കരയോ? ഇവിടെ കണ്ടിട്ടില്ല. അല്ല ആണ് കരച്ചിൽ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ സൈലന്റ് ആയിരിക്കും ആള്. നമ്മൾ ഈ വൈബ്രന്റ് ആയിട്ടിരിക്കുന്ന ഒരു എനിക്ക് എനർജി കിട്ടുന്നില്ല. ഞാൻ ചോദിക്കാറുണ്ട് വീഡിയോസ് ഒക്കെ എടുക്കുക, അതൊക്കെ ചെയ്തൂല, അതൊക്കെ ചെയ്യുമ്പോ കോൺസെൻട്രേഷൻ മാറത്തില്ല, അതൊക്കെ പറയും കേട്ടോ. തലേദിവസം രാത്രി പറയും. പിറ്റേ ദിവസം ആകുമ്പോ ഞാനേ എനിക്കൊരു മൂടില്ല, ഒരു എന്തെങ്കിലുമൊക്കെ പറ, ഒരു രസമില്ല. ഞാൻ പറഞ്ഞ എന്ത് പറയാനായിട്ട്, ഞാൻ പറയുന്നത് സെറ്റ് ആവേ, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ സെറ്റ് ആവ്. പോയി സെറ്റ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നമ്മൾ വേറെ സബ്സ്ക്രൈബ് അങ്ങനെ സെറ്റ് അങ്ങനെയാണ് സെറ്റ് എങ്ങനെ നിൽക്കി എന്നൊക്കെയാണ് പറഞ്ഞിട്ടിരുന്നത്. പക്ഷെ അത് ലാസ്റ്റ് കറക്റ്റ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചില്ല. അല്ല സത്യം പറഞ്ഞാൽ വേറെ ആരും ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ കൊറേ വരുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ അല്ലല്ല സ്റ്റിൽ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പല പെൺകുട്ടികളും അപ്രോച്ച് ചെയ്യുന്നത് ഒരു കണക്ഷൻ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഐ വാലന്റൈൻസ് ഡേ വീഡിയോയ്ക്ക് ശേഷം ഒരു കുട്ടികളെ ഞാൻ കണ്ടില്ല. അതിന് മുമ്പ് ഞാൻ സിംഗിൾ ആയെന്ന് കാണിച്ചായിരുന്നല്ലോ, വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പൊ എന്റെ മോളെ ഒരു രക്ഷയില്ലാത്ത റിക്വസ്റ്റുകളും മെസ്സേജുകളും ആയിരുന്നു. ചേട്ടൻ ഓക്കെയാണോ, എന്ത് പറ്റി, എനിക്ക് എന്റെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അറിയാം, അപ്പഴേ അറിയാവുന്നത് റെഡി ആകത്തൊന്നുമില്ല, നിങ്ങൾ ചേർത്തില്ലായിരുന്നു, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് കാണാൻ പറ്റുമോ, ചേട്ടൻ നമ്പർ ഒന്ന് തരുമോ, ചേട്ടൻ ഓക്കെ അല്ലേ. എന്നിട്ട് നമുക്ക് ചാറ്റ് ഇങ്ങനെ വരുമ്പോ പിന്നെ കുറെ പ്രൊപ്പോസലും ഒക്കെ ഇങ്ങനെ വന്നായിരുന്നു. ഞാനിവിടെ ചത്ത് കഴിഞ്ഞിരിക്കുമ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ കാണുമ്പോ നമുക്ക് എന്തോ അങ്ങനെ തോന്നുന്നില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലെന്നേ. എനിക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തോന്നി എനിക്ക് പണിയെടുക്കാനൊന്നും തോന്നുന്നില്ല. ചുമ്മാ കിടന്ന് ഉറങ്ങാനും വല്ല സിനിമ കാണാനും അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ഇറങ്ങാനും വെള്ളം അടിക്കാനും, ഇത് മാത്രമേ എനിക്ക് തോന്നത്തുള്ളൂ. സത്യം പറഞ്ഞ ആ സമയത്ത് അതാ തോന്നി. അല്ലാതെ നമുക്കൊരു ക്രിയേറ്റിവിറ്റി വരത്തില്ല, ഇൻട്രസ്റ്റ് വരത്തില്ല. ചെയ്യുമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നാളെ ആകുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ ഈ 75 ഹാർഡ് വന്നപ്പോ എന്റെ ലൈഫിൽ ചേഞ്ച് വരും. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. പക്ഷെ അത് തീർന്നു കഴിഞ്ഞിട്ട് എന്റെ മൈൻഡ് വിറ്റ് മാറി. അത് കഴിഞ്ഞിട്ട് വീണ്ടും തീർന്നു, എന്റെ മൈൻഡ് മാറി. ഇപ്പൊ ബാക്ക് ടു ട്രാക്ക് ആയി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ആരാണോ ആദ്യം ആൻസർ പറയുന്നത് അവർക്ക് ഈ ബലൂൺ പൊട്ടിക്കാം. അങ്ങനെ ആദ്യം ആരാണോ ബലൂൺ പൊട്ടിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ. തോക്കുന്ന ആളെ നമ്മൾ ഇതിൽ മുക്കും. അത് നമ്മുടെ സ്ക്രിപ്റ്റിലില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ആക്ട്രസിന്റെ പേര് നയൻതാര. പഠിച്ചോ. ഇതെന്തോ എന്നെ നോക്കി ഓക്കെ, ഒരു ഫോൺ ബ്രാൻഡ്. ഒരെണ്ണം മതി. ഒരു ഫോൺ ബ്രാൻഡ്. ഒരു പൂവിന്റെ പേര്. ഫ്ലവർ. പൂവിന്റെ പേര് ഫ്ലവർ. തണുപ്പുള്ള ഒരു സ്ഥലം. ലാറ്റ്വിയ. ഞാൻ ലാറ്റ്വിയ ഓക്കെ, ആ വെച്ചിട്ടൊരു പാട്ട്. ഓക്കെ, സഞ്ജുയുടെ ഫോളോവേഴ്സ് കൗണ്ട് 1.6 മില്യൺ. അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ്. ഓക്കെ, മോഹൻലാലും ശോഭന ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ. അങ്ങനെ തന്നെ. ഓക്കെ, മമ്മൂക്കയുടെ ഒരു പാട്ട്. ദിലീപും കാവ്യ ഒന്നിച്ച് അഭിനയിച്ച പാട്ട്.
ഓക്കെ തുടങ്ങാം. ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ്. ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ്. ആലപ്പുഴ. ഞാൻ പറഞ്ഞു എന്നിട്ട് പൊട്ടി ഞാൻ പൊട്ടിക്കണം. ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, മഴക്കാലത്ത് കാണുന്ന ഒരു സാധനം. മഴക്കാലത്ത് മഴ ആക്രി. അല്ല, മാക്രി അല്ലാത്തപ്പോഴും കാണും. മഴക്കാലത്ത് മറ്റേ മാഗ്രി ഇങ്ങനെ മഴയല്ലേ? മഴയല്ലേ മഴക്കാലത്ത് മഴയല്ലേ? ഞാൻ പൊട്ടിക്ക് വേണ്ട തൊട്ടെ. ഞാൻ ഇല്ല, സഞ്ജുന് വേണമെങ്കിൽ എന്നെ മുഖത്ത് തരിപ്പോ ഞാൻ മുക്കാം. പതി മുക്കാം. എല്ലാം പതുക്കെ മുടി മാറ്റിക്കോ. പതിയുള്ളു. ഓക്കെ, പാദ്യമല്ലേ? ആ, സഞ്ജു ജയിച്ചിരിക്കുന്നു. മഴക്കാലത്ത് നല്ല ചോദ്യം. ഓക്കെ, ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ സമയത്തുണ്ടല്ലോ, രണ്ടുപേരുടെ വീട്ടുകാർക്ക് അറിയായിരുന്നില്ലേ എന്താ എക്സിന്റെ ബ്രേക്കപ്പ് ആയ സമയത്ത് വീട്ടുകാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി അമ്മ, അവരൊക്കെ എങ്ങനെ? വീട്ടുകാരൊക്കെ ഇല്ലായിരുന്നു, ഒന്നും മിണ്ടറില്ലായിരുന്നു. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും ആദ്യം അങ്ങനെയല്ല. എന്ത് പറ്റി, ഞാൻ എൻ്റെ ഇതൊന്നും അറിയാം, ഞാനൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോവായിരുന്നു. ഞാൻ ചുമ്മാ ഈ വീട്ടിൽ നിന്നൊരു ഷോ അടിക്കണ്ടു. ഞാൻ ട്രിപ്പൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ ഒറ്റക്കൊന്നും പോകത്തില്ല. ഞാൻ കൂട്ടുകാരായിട്ട് എവിടെ ട്രിപ്പ് പോകണാലും പോകത്തുള്ളൂ. ഇതിങ്ങനെ നോക്കിയിരിക്കുന്നു. അല്ല, അപ്പൊ ഒറ്റക്കൊക്കെ ഞാൻ പോകുന്നുള്ളൂ. കൂട്ടുകാരായിട്ടായിരുന്നു എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ സോളോ അടിക്കാൻ തുടങ്ങി. അപ്പൊ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയുന്നു ഞാൻ ഒറ്റക്ക് പോകുമ്പോ. ഇവരെങ്ങോട്ട് പോവാ, അങ്ങനെ അച്ഛനൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അവിടെ പോ, നീ ഇങ്ങോട്ട് പോവാ, പുറത്ത് പോയിട്ട് എന്ത് കിട്ടാ, ഞാൻ പറഞ്ഞ മനസമാനം കിട്ടും, വീട്ടിൽ നിന്നിട്ട് ഷോ അടിക്കണം, അതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അമ്മക്കൊക്കെ മനസ്സിലായി, കുഴപ്പമില്ല, അമ്മ പറയാം നീ എവിടെ വേണമെങ്കിലും കറങ്ങി കിടന്നു, പക്ഷെ വീഡിയോ എടുക്കണം കേട്ടാ. അല്ലാണ്ട് നീ എവിടെയെങ്കിലും പോയി, ഞാൻ പണ്ടെന്ന് പറഞ്ഞ എല്ലാ ദിവസവും വീട്ടിൽ കാണുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകും, വ്ളോഗ് ചെയ്യും, എറണാകുളത്ത് വന്നിരിക്കും, അങ്ങനെ ഇങ്ങനെ കൂട്ടുകാരോട്ടൊക്കെ ഇറങ്ങി നടക്കും, ഇവളെയൊക്കെ കാണും, അങ്ങനെയൊക്കെ. അപ്പം നേരത്തെ ഒന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം അവർക്ക് ഓക്കെ മനസ്സിലായി. പിന്നെ പറഞ്ഞ് എവിടെ പോയാലും കുഴപ്പമില്ല, പക്ഷെ നീ നിന്റെ കരിയർ ഫോക്കസ് ചെയ്യണം, വീഡിയോ എന്തായാലും എടുത്തിരിക്കണം. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണല്ലോ ഓൾറെഡി, പക്ഷെ എന്നാലും ചില സിറ്റുവേഷൻസിൽ ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിന് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രൈവസി ഇല്ലാതായി പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്കത് തോന്നിയിട്ടില്ല, പക്ഷെ എന്റെ കൂട്ടത്തിരിക്കണവർക്ക് തോന്നും, അത് എനിക്ക് തോന്നത്തില്ല. ഓക്കെ, പക്ഷെ ചില ഈ കമന്റ്സ് ഇപ്പം സഞ്ജുയുടെ ഫെയിം കണ്ടിട്ടാണ് നന്നൂസ് സെറ്റ് ആയതെന്നൊക്കെ വരുന്ന കമന്റ്സ് ഉണ്ട്. അതിനോടൊക്കെ സഞ്ജുനെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബർ ആണെന്ന്. ജസ്റ്റ് ഞാൻ ഒരു പണ്ടത്തെ ഒരു അല്ല, ഞാൻ യൂട്യൂബിന്റെ പൊതുവെ വാച്ചിങ് അത് ഞാൻ ഇൻസ്റ്റാഗ്രാം ആണ് എപ്പോഴും കറക്റ്റ് ആയിട്ട് ഒരു കാറും എടുത്ത് ഒരു വീടും വെച്ച് ഭാഗ്യല്ലേ. ഇപ്പൊ കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ യൂട്യൂബ് ഫീൽഡില്. കാർത്തിക് സൂര്യ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളല്ലേ, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന സാധനം ഇപ്പുറത്തുള്ള ആൾക്കാർക്കും സംഭവിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ബ്രേക്കപ്പ് ആയി, കുറച്ച് ഇവിടെ ബ്രേക്കപ്പ് ആയി. പക്ഷെ പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈല് ഇപ്പൊ മാറിയിട്ടുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ റീസെന്റ് മറ്റേ എന്താ ശൂലത്തിന്റെ ആണോ അതിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്, നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ സംഭവമാണ്. അപ്പൊ അതിൽ ഞാൻ ഇടപെടാൻ പോകത്തില്ല. അത് ഇപ്പൊ ചിലവര് ചെയ്യണ്ടെന്ന് പറയും, ചിലവര് അത് നമ്മള് പബ്ലിക്കിനെ അങ്ങനത്തെ ഒരു സാധനം പ്രേരിപ്പിക്കലും എന്ന് പറയും. അത് ഡിപ്പെൻസ് ആണ്, ഓരോ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. ഇപ്പൊ അതിലൊന്നും ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ബ്രേക്കപ്പ് ഞാനിപ്പോ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ അതിനെ കണ്ടിട്ട് അവൻ വിളിച്ചായിരുന്നു, എന്നിട്ട് എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പൊ ഈ കാര്യമൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, എടാ എക്സ്പ്ലനേഷൻ കൊടുത്ത് എന്തുകൊണ്ട് നന്നായി, ഇല്ലെങ്കിൽ ആൾക്കാർ വേറെ രീതിക്ക് അതൊക്കെ പറഞ്ഞാലും മറ്റേ ഇങ്ങനെ നെഗറ്റീവ് സെൻസിൽ ഇങ്ങനെ എടുത്തിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യാപ്പാണല്ലേ നീ പറഞ്ഞ, കുഴപ്പമില്ല, നന്നായി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെ ബ്രേക്കപ്പിന്റെ സമയത്തും എന്നെ വിളിച്ചു കുറെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് മനസ്സിലാവും, ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല.
എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞായിരുന്നു. പിന്നെ റീബൗണ്ടൊക്കെ വരും, അതിലൊന്നും നമ്മൾ വീടരുത്, അങ്ങനെ നമുക്ക് നല്ല നല്ല ഇത് പറഞ്ഞ് അവന്റെ സിറ്റുവേഷൻ ഒക്കെ ഓരോന്നൊക്കെ അങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. സെയിം സിറ്റുവേഷൻ അല്ല, കൈൻഡ് ഓഫ് ഡിഫറെന്റ് ആണ്. എന്നാലും ബ്രേക്കപ്പ് ആക്കി. ഇപ്പൊ അത് ഇപ്പൊ കാർത്തിക് സൂര്യ അങ്ങനെ ഒരു ഭക്തിയുടെ മാർഗത്തിൽ ഇപ്പൊ നിക്കുന്നുണ്ട്. അപ്പൊ സഞ്ജു ടെക്കി എയ്ത്തിസ്റ്റ് ആണോ? ഞാൻ കൈൻഡ് ഓഫ് എയ്ത്തിസ്റ്റ് ആണ്. ദൈവത്തിൽ വിശ്വസില്ല? അങ്ങനെയല്ല, എനിക്ക് ദൈവത്തിൽ സത്യം പറഞ്ഞ വിശ്വാസം ഇല്ല. ഞാൻ ഒരു ഫോഴ്സിനെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സ് അങ്ങനെയാണ്. യൂണിവേഴ്സ് എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നു. ഇവളുടെ കൂട്ടത്തിൽ വന്ന യൂണിവേഴ്സ് എന്ന വാക്ക് ബിലീവർ, അല്ലാണ്ട് ഇന്ന് ദൈവം ജീസസ് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണൻ മുരുകൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. നമ്മളൊരു സാധനം ഭയങ്കര ശുദ്ധ മനസ്സോടെ നമ്മൾ ആഗ്രഹിക്കുവാണെങ്കിൽ നമുക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു. ഞാനും ഭയങ്കര ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഇപ്പൊ എന്റെ ഒരു തിയറി പറയുവാണെങ്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. എന്നാലും ഞാൻ പറയുവാണ്, ഇപ്പൊ നമ്മൾ ദൈവത്തിനെ വിചാരിച്ച് നമ്മളൊരു സാധനം ഭയങ്കര നല്ല മനസ്സോടെ എനിക്ക് അത് വേണം, അത് കിട്ടണം, അത് കിട്ടിയേക്കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിചാരിക്കുവാണെങ്കിൽ ദൈവം ഒരു മീഡിയം ആയിട്ട് നിന്നിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ അവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുക. അവിടെ ദൈവത്തിന്റെ പേര് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് നടക്കും. ആ ഒരു വിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടായാൽ മതി ആക്ച്വലി. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം നമുക്ക് കിട്ടും. അത് ലോ ഓഫ് അട്രാക്ഷനാണ്. അപ്പൊ ചിലർ അത് ദൈവം എന്ന മീഡിയത്തിനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലർക്ക് നമുക്ക് സ്വന്തമായിട്ട്, ചിലർക്ക് വേറൊരു ഫോഴ്സ് യൂണിവേഴ്സായിട്ട് കരുതാം. അതെങ്ങനെ വേണമെങ്കിലും കരുതാം. അതിന് ചിലർ ദൈവം എന്ന് വിളിക്കുന്നു, ഞാൻ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നു, എനർജി എന്ന് വിളിക്കുന്നു, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലാണ്ട് ഞാൻ ഭയങ്കര അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല എനിക്ക്. അമ്പലത്തിൽ പോകത്തില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അമ്പലത്തിൽ പോലെ അന്നേരം അമ്മേനൊക്കെ ആക്കാനൊക്കെ അമ്പലത്തിലൊക്കെ പോകും, മറ്റേ ഉത്സവത്തിന് പോകും, അല്ലാണ്ട് തൊഴാനൊക്കെ അങ്ങനെ വണ്ടിയൊക്കെ പൂജിക്കാനൊക്കെ പോകുന്നത്. അല്ലാണ്ട് അയ്യോ ഇതൊന്നും ഇല്ല, ഇതൊന്നും അങ്ങനെ അങ്ങനത്തെ നിരീശ്വരവാദിയല്ല, യുക്തിവാദിയാണ്.